ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒറ്റയ്ക്കൊരു ദിവസമാണ്. ഒറ്റയ്ക്ക് ഇവിടെ ആരുമില്ല, ഞാനും ഈ വീടും മാത്രം. എനിക്കിപ്പോൾ മൈക്കില്ലാത്തോട്ടാട്ടോ സൗണ്ട് അധികം അങ്ങോട്ട് കേൾക്കാത്തത്. എല്ലാവരും ക്ഷമിക്കണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ഉദ്ദേശിക്കുന്ന ആരുമില്ലാത്തൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഒരുപാട് പണിയുണ്ട് ചെയ്യാൻ, അതൊക്കെ ചെയ്യണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ എല്ലാവരും പോയപ്പോഴത്തേക്ക് കുറേ ഉണ്ട്. അപ്പം റൂമെല്ലാം ഇങ്ങനെ കുളമായിട്ട് കിടക്കുക. നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇവിടെ രാവിലെ തൊട്ട് കറണ്ടില്ല. ഇപ്പം നന്നാക്കാൻ വന്നിട്ടുണ്ട്. നന്നാക്കി ഇന്ന് വരുമോ എന്നറിയത്തില്ല, നോക്കാം. ഒക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേനും കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി അരി ഇടാനൊക്കെ ഉണ്ട്. ഞാനിനി അതിന് വേണ്ടി പോവാണേ. അത് മിറ്റം അടിച്ചിട്ടില്ല ഞാൻ മിറ്റം അടിക്കട്ടെ. അപ്പോഴത്തേനും അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി പെൻഷൻ പുതുക്കാനൊക്കെ പോയിട്ട് ഇപ്പോഴാണ് വന്നത്. പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആയിട്ടുണ്ട്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട് സമയം. ഞാൻ പിന്നെ പകുതിയോളം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ. കാരണം എന്ന് വെച്ചാൽ കുറേ പണിയുണ്ടായിരുന്നു. കാരണം അമ്മയില്ലാത്തപ്പോൾ അധികം പണി എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് പണിയെല്ലാം ചെയ്ത്, പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പാത്രം എല്ലാം കഴുകുമ്പോഴത്തേനും വെള്ളം ഫോണിലൊക്കെ ആവില്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അടുത്ത് വെച്ചിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതെടുത്ത് തരാനും വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് പകുതി സ്കിപ്പാക്കി. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. ണ്ട് വിളക്കെല്ലാം വെച്ച് സന്ധ്യനാമമൊക്കെ ജപിച്ചു. ഞാൻ ഇന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പത്തിരിയും ബോണ്ടയും. ബോണ്ടയാണോ വെച്ചാൽ സുഖിയനല്ലേ? സുഖിയനാണ്. സുഖിയൻ നമ്മുടെ പയറെല്ലാം വെച്ചിട്ടുള്ളത്. സുഖിയനോ? പണിയിലാണ് ഗൈസ്. അച്ഛനും അമ്മച്ചിയും കൂടെ മീൻ വെട്ടുന്നു. അപ്പോൾ കുഞ്ഞാറ്റ എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി, അവൾ മീൻ വറക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. മീൻ കഴുകി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ദോശമാവ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു. നേരത്തെ അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഇനി അരച്ചെടുക്കാം. ചിലപ്പോൾ മിക്സിയിലേക്ക് ഇടാം. ആദ്യമായിട്ടാണ് ഞാൻ ദോശമാവിന് അരയ്ക്കുന്നത്. എന്താകുമെന്ന് കണ്ടറിയാം നാളെ. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട്. നാളെ അറിയാം എന്താകും എന്തോന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. സക്സസ്ഫുള്ളി ഞാൻ മാവ് അരച്ചിരിക്കുന്നത്. ഞാനൊരു മിക്സിയും കളഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ പോയപ്പോൾ ഞാൻ കളഞ്ഞതൊരു പുട്ടും കുറ്റിയായിരുന്നു. ഇപ്പം മിക്സീൻ്റെ ജാറ്, അതിൻ്റെ നെട്ടും പൊട്ടും ഒക്കെ പോയിക്ക്. എന്തായാലും ഇനി വരുമ്പോൾ എനിക്ക് കിട്ടും. അങ്ങനെ ഇത് ഞാൻ അരച്ച് നാളെ അറിയാം ഇനി എന്താവും എന്തോ. ഉള്ള എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ അറിയാം എന്താകും എന്താന്നൊക്കെ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. പിന്നെ അമ്മയൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ തന്നെ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. ടാറ്റാ.